ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കേരള സർവകലാശാല വിസിയുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നിലപാട് കടുപ്പിച്ച് വിസി. അനധികൃത സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത ജോയിന്റ് രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്തു പോകാതെ ഒത്തുതീർപ്പില്ലെന്ന് വിസി വ്യക്തമാക്കി കഴിഞ്ഞു. സർവകലാശാലയിൽ അനിശ്ചിതത്വം നീണ്ടാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഗവർണർക്കുമേൽ സമ്മർദ്ദവും കൂടി. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് വിസി സസ്പെൻഡ് ചെയ്തിട്ടും സർവകലാശാലയിൽ അനധികൃതമായി ഹാജരാകുകയാണ് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ. ഈ പശ്ചാത്തലത്തിലാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് രജിസ്ട്രാറുടെ ചുമതല കൈമാറിയതായി ഓഫീസ് ഓർഡർ പുറപ്പെടുവിച്ച ജോയിന്റ് രജിസ്ട്രാർ പി. ഹരികുമാറിന് വിസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സർവകലാശാലയുടെ എല്ലാ വകുപ്പുകൾക്കും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചെന്ന് ജോയിന്റ് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം മെയിൽ സന്ദേശം നൽകിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ജോയിന്റ് രജിസ്ട്രാർ 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് വിസിയുടെ നോട്ടീസ്. അതേസമയം ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയ വിസിയുടെ ഉത്തരവ് ഇതുവരെയും ഓഫീസ് ഓർഡറായി പുറത്തിറക്കിയിട്ടില്ല. ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ അക്കാദമിക് വിഭാഗത്തിലേക്ക് വിസി സ്ഥലം മാറ്റിയെങ്കിലും അദ്ദേഹം ഉത്തരവനുസരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ ചില അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് വിസി യോഗം പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ യോഗസ്ഥലത്ത് തുടർന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അനധികൃത യോഗത്തിൽ സിൻഡിക്കേറ്റ് സെക്രട്ടറിയായി ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ മിനിറ്റ്സ് തയ്യാറാക്കിയിരുന്നു. വിസിയുടെ അനുവാദം കൂടാതെ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ തന്നെ ഒപ്പിട്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഈ ഉത്തരവാണ് സർവകലാശാലയുടെ എല്ലാ വകുപ്പുകളിലും ഇമെയിലായി അയച്ചത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഹരികുമാറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവകലാശാല നിയമപ്രകാരം വിസിയുടെ അംഗീകാരം കൂടാതെ രജിസ്ട്രാർക്ക് ഉത്തരവിറക്കാൻ അധികാരമില്ല. പ്രസ്തുത നിയമം ലംഘിച്ചാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചതായി ഹരികുമാർ സ്വമേധയാ ഉത്തരവിറക്കിയത്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളോടൊപ്പം നിന്ന ഹരികുമാറിനെതിരെയുള്ള നടപടിയിലൂടെ 3 കാര്യങ്ങളാണ് വിസി വ്യക്തമാക്കിയിരിക്കുന്നത്. 1. സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാർ ക്യാമ്പസിന് പുറത്തു പോകണം. 2. ഫയൽ ലിങ്ക് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പന് കൈമാറണം. 3. ജോയിന്റ് രജിസ്ട്രാർമാരുടെ സ്ഥലംമാറ്റ ഉത്തരവ് അനുസരിക്കണം. ഇക്കാര്യങ്ങൾ പാലിക്കാതെ യാതൊരു ഒത്തുതീർപ്പിനും വിസി തയ്യാറാകില്ലെന്നതിന്റെ സൂചനയാണ് ജോയിന്റ് രജിസ്ട്രാർക്കെതിരായ നടപടി. സിൻഡിക്കേറ്റ് ഉടനടി വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം വിസിക്ക് കഴിഞ്ഞയാഴ്ച നൽകിയിരുന്നു. എന്നാൽ ചട്ടപ്രകാരം റെഗുലർ സിൻഡിക്കേറ്റ് 60 ദിവസത്തിനുള്ളിൽ കൂടിയാൽ മതിയെന്നതിനാൽ വിസി ഉടനടി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ സാധ്യതയില്ല. അടുത്ത മാസം 2ാം ആഴ്ചയിലെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ ഇടയുള്ളൂ. വിസി എടുത്ത നടപടികൾ അംഗീകരിച്ച് ഒത്തുതീർപ്പിന് തയ്യാറാകാതെ സർവകലാശാലയിൽ അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ നിയമപ്രകാരമുള്ള കടുത്ത നടപടികളിലേക്ക് ഗവർണർ നീങ്ങുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഗവർണർക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്.